നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മൈസ്തീനിയ ഗ്രാവിസ് എന്ന രോഗത്തെ പറ്റിയാണ്. മൈസ്തീനിയ ഗ്രാവിസ് ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷണൽ ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. നെർവും മസിൽസും ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം രോഗിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ രോഗത്തിന് കാരണം. ഇന്ന് വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മൈസ്തീനിയ ഗ്രാവിസിൻ്റെ ലക്ഷണങ്ങളും അതിലുള്ള ആയുർവേദ ചികിത്സയെ പറ്റിയൊക്കെയാണ്. ആദ്യമായി നമുക്ക് മൈസ്തീനിയ ഗ്രാവിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അപ്പം നേരത്തെ പറഞ്ഞു, നെർവും മസിൽസും ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ നെർവിൽ നിന്ന് വരുന്ന മെസ്സേജ് മസിൽസിലേക്ക് സ്വീകരിക്കാൻ പറ്റാതെ മസിൽ റിസപ്റ്റേഴ്സ് തടസ്സപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബാധിക്കും, ചലനശേഷിയെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ്. മസിൽ മൂവ്മെൻറ്റ്സ് കൂടുന്നതനുസരിച്ചിട്ട് കൂടുതലായിട്ട് മസിൽസിന് ക്ഷീണം അനുഭവപ്പെടും. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് രോഗിക്ക് ഒന്ന് മുടി ചീപ്പാൻ പോലും കൈ ഉയർത്താനുള്ള ബലം ഇല്ലാത്ത രീതിയിൽ കൈയുടെ ബലം കുറഞ്ഞു പോകുന്നുണ്ട്. ഒരു ചീപ്പ് ഉയർത്തുന്നത് പോലും രോഗിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ കണ്ണിനെ ബാധിച്ചു കഴിയുമ്പോൾ ടോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. കണ്ണ് അടഞ്ഞു പോകുന്നുണ്ട്. ഇത് തന്നെ അസിമെട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ രണ്ട് ഭാഗത്തെയും ബാധിക്കാത്തതുകൊണ്ട് ഡബിൾ വിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിഷൻ പ്രോബ്ലം ഒക്കെ രോഗിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമുക്കറിയാം, ഈ മസിൽസ് എവിടെയൊക്കെ ഉണ്ടോ മസിൽസിനെല്ലാം ക്ഷീണം സംഭവിക്കും. ഇപ്പോൾ സംസാരശേഷിയെ ബാധിക്കാം. അതേപോലെ റെസ്പിറേറ്ററി മസിൽസിന് പരാലിസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കഫവും മറ്റ് സെക്രീഷൻസൊക്കെ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പിന്നീട് രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ രോഗത്തിൻ്റെ ഒരു കാരണങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞു, ഇതൊരു ന്യൂറോ മസ്കുലർ ജംഗ്ഷണൽ ഡിസോർഡർ ആണെന്നുള്ളത്. ഈ രോഗത്തെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ രോഗം ഒരു പ്രതിരോധ സംവിധാനമായിട്ട് ബാധിക്കപ്പെട്ട ഒരു രോഗാവസ്ഥയാണെന്ന് ഉള്ളതാണ്. അപ്പം ഈ നെർവിൽ നിന്നും മെസ്സേജ് മസിൽസിലേക്ക് പാസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് വഴിയാണ്. ഈ റിസപ്റ്റേഴ്സ് തടസ്സം ഉണ്ടാകുന്ന ആൻറ്റിബോഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും റിസപ്റ്റേഴ്സിന് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്പം നെർവിൽ നിന്ന് സിഗ്നൽസ് മസിൽസിലേക്ക് പാസ് ചെയ്യാതിരിക്കും. ഇത് മസിൽ കോൺട്രാക്ഷൻസിന് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു രോഗാവസ്ഥയെ പറ്റി ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ റിസപ്റ്റേഴ്സിന് തടസ്സം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാധിക്കുന്ന പല കാരണങ്ങളൊരു പ്രധാന ഘടകമാണ് മാലബ്സോർഷൻ എന്നുള്ളൊരു പ്രധാന ഘടകം. പല മിനറൽസും, ഇപ്പോൾ പല രോഗങ്ങളെപ്പറ്റി നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് ആയാലും ഈ ഹോർമോൺസ് ബ്ലഡിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പല മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ശരീരത്തിൽ അബ്സോർഷൻ കറക്റ്റ് അല്ലെങ്കിൽ കുടലിൽ നിന്നുള്ള അബ്സോർഷൻ കറക്റ്റിലുണ്ടെങ്കിൽ പല ഈ പറഞ്ഞ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ഇത് നെർവ് ഉൾപ്പെടെയുള്ള നെർവിലുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനെ വരെ ബാധിക്കാവുന്ന നെർവ് റെസിസ്റ്റൻസിനൊക്കെയുള്ള കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള ഒരു ഘടകമാണ് ഈ ഒരു തൈമസ് ഗ്ലാൻഡിൻ്റെ സർജറിയൊക്കെ ഒരു പ്രധാന ഘടകമായിട്ട് ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ പറയുന്നുണ്ട്. തൈമസ് ഹൈപ്പർപ്ലേഷ്യ അതല്ലെങ്കിൽ തൈമസ് ട്യൂമർ, കൂടുതലായിട്ട് ഈ ആൻറ്റിബോഡി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ തൈമസിൻ്റെ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഒരു സെൽസ് പ്രൊഡക്ഷൻ കൂട്ടുമ്പോഴാണ് സെൽസ് ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാകുന്നത്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്തുകൊണ്ട് വർക്കാവാതിരിക്കുന്നു, ഈ പറഞ്ഞ ഒരു മാലബ്സോർഷൻ ആണോ ഡെഫിഷ്യൻസി ആണെന്നുള്ള ചിന്തകളൊക്കെ അവിടെ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു രോഗത്തിന് റെഗുലേറ്ററി മെഡിസിൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റിബോഡീസിനെ മറികടക്കുന്ന രീതിയിൽ അസറ്റൈൽ കോളിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ റെഗുലേറ്ററി മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഓവർഡോസ് ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളും രോഗിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഈ ഒരു കാഴ്ചപ്പാടുകളെല്ലാം ചിന്തിക്കുമ്പോൾ, ചികിത്സയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സകൾ അല്ലെങ്കിൽ പഞ്ചശോധന ചികിത്സകളിലേക്കാണ് ഇതിനൊരു ഉത്തരമായിട്ട് ആയുർവേദത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചശോധന ചികിത്സകൾ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാലബ്സോർഷൻ ആയാലും ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ഹൈപ്പർപ്ലേഷ്യ ഉള്ള കണ്ടീഷൻസിലും എല്ലാം ചെയ്തു വരുന്നൊരു ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സകൾ. വമനം, വിരേചനം, വസ്തി, നസ്യം പോലുള്ള ചികിത്സകളൊക്കെ പഞ്ചകർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചികിത്സ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ മസിൽസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെന്തൊക്കെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതനുസരിച്ചിട്ടുള്ള ചികിത്സകളൊക്കെ പിന്നീട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട്, ഗ്രേഡ് അനുസരിച്ചിട്ട് ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ദോഷാവസ്ഥ എന്നൊക്കെ പറയാം. അല്പദോഷാവസ്ഥ, മധ്യമദോഷാവസ്ഥ, ബഹുദോഷാവസ്ഥ എന്നൊക്കെ പറയാം. ഈ ദോഷാവസ്ഥ കൺസിഡർ ചെയ്തിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പഞ്ചകർമ്മ ചികിത്സകൾ ആവശ്യമില്ലെങ്കിൽ ശോധനകളായിട്ടുള്ള കഷായങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സ ആവശ്യമുള്ള രോഗിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും.
അതേപോലെ രസായന ചികിത്സകളും ഒക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രോഗത്തിൻ്റെ വേറൊരു അവസ്ഥ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ രോഗിക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. വൈകിട്ടാകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് മസിൽ ഫറ്റീഗും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും സബ് കോൺഷ്യസും ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോൺഷ്യസിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ലീപ്പ് സൈക്കിളുമായിട്ട് എന്തെങ്കിലും ഈ രോഗത്തിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ സ്ലീപ്പ് സൈക്കിളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗാവസ്ഥ ഒരു ബിഹേവിയർ പാറ്റേണായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബിഹേവിയർ പാറ്റേൺ മാറ്റണമെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസക്കാലമെങ്കിലും ചികിത്സയൊക്കെ തുടർച്ചയായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതൊരു മൈസ്തീനിയ ഗ്രാവിസ് എന്നുള്ള ഈ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഡിസോർഡറിൻ്റെ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ കൃത്യമായി വിശകലനം ചെയ്ത് അതനുസരിച്ചുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.